ഹായ്, ഞാൻ ബെറ്റി സേറ. ഒരു ചെറിയൊരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതി. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസിലൂടെയും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോഡ്സ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സെന്റൻസ് ആണ് ലൈഫ് ഈസ് ബെറ്റർ വിത്ത് മൈ ഫ്രണ്ട്സ്. ഇന്നത്തെ ടോപ്പിക്ക് ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ക്വാളിറ്റി കമ്പാനിയൻഷിപ്പ് അതിനെ പറ്റിയാണ്. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ തന്നെ തമാശയ്ക്ക് പറയുന്ന കാര്യമാണ്, ഒരു നല്ലൊരു സുഹൃത്ത് കണ്ണാടി പോലെയാണ്, നമ്മളുടെ നല്ലതിനെ കാണുകയും തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യും എന്നത് അല്ലെ. ഒരു ചെറിയ കഥ പറയട്ടെ. കഥയുടെ പേര് രണ്ട് സുഹൃത്തുക്കൾ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ട് സുഹൃത്തുക്കൾ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവരെ ഒരു കരടി കാണുകയും അവരെ ആക്രമിക്കാനായിട്ട് അടുത്തേക്ക് വരികയും ചെയ്തു. അതിൽ ഒരാൾ പെട്ടെന്ന് വൃക്ഷത്തിന് മുകളിൽ ചാടിക്കേറി. എന്നാൽ മറ്റാൾക്കോ മരത്തിന് മുകളിൽ കയറാൻ സാധിക്കാത്തതിനാൽ താഴെ വീണിട്ട് ശ്വാസം ഉള്ളിലേക്ക് അടക്കി പിടിച്ച് മരിച്ചതുപോലെ കിടന്നു. പെട്ടെന്ന് കരടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും അയാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കരടി തിരിച്ചുപോയി. കരടി തിരികെ പോയതിനു ശേഷം മരത്തിന് മുകളിൽ ഇരിക്കുന്ന സുഹൃത്ത് താഴെ വന്നിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, കരടി നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം മറുപടി പറഞ്ഞു, സത്യസ്നേഹം കാണിക്കാത്ത സുഹൃത്തിനെ സൂക്ഷിക്കണമെന്ന്. അതെ, സുഹൃത്തുക്കൾ ഒത്തിരി ഉള്ളതിലല്ല കാര്യം, അതായത് എണ്ണത്തിലല്ല കാര്യം. പ്രയാസത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹിതൻ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.